വിജയ് വസതിയിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ അതാണ് പ്രേക്ഷകർ കാണുന്ന. അദ്ദേഹം എങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളത് എന്നറിയില്ല. ഇന്ന് കോടതിയിൽ കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അപ്പോൾ അതിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം, CBI അന്വേഷിക്കണം എന്നൊക്കെ ആവശ്യം TVK മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ എന്താണ് കോടതി പറയാൻ പോകുന്നത്? ഒപ്പം തന്നെ ഇതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ TVK ഈ കാര്യത്തിൽ കൈകാര്യം ചെയ്തതിലൊക്കെ പിഴവ് വന്നിട്ടുണ്ട് എന്ന തരത്തിലേക്കൊക്കെ കോടതിയിൽ നിന്ന് പരാമർശം വരുമോ, വിജയ്ക്കെതിരെ പരാമർശം ഉണ്ടാകുമോ എന്നതൊക്കെ വളരെ പ്രധാനമാണ്. സർക്കാർ എന്താണ് കൈക്കൊള്ളാൻ പോകുന്നത് എന്നതുമൊക്കെയുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇനി നടക്കാനിരിക്കുന്നത്. അതിനിടെയാണ് കഴിഞ്ഞ ദിവസത്തെ മൗനത്തിന് ശേഷം ഇപ്പോൾ വിജയ് പുറത്തിറങ്ങിയിരുന്നത്. അപ്പോഴും അദ്ദേഹം പ്രതികരിക്കുന്നൊന്നുമില്ല ആരോടും. എക്സിലെ ചില 2 പോസ്റ്റുകൾ ഒഴികെ മറ്റൊരു പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടുമില്ല. മുഹമ്മദ് റഹീസ്, തുടരൂ. ഇന്നിപ്പോൾ കോടതി ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കുമോ വിജയ് ആവശ്യപ്പെട്ടതുപോലെ എന്നത് പ്രധാനമാണ്. അതിൽ ചില ഗൂഢാലോചന വിജയ് അല്ലെങ്കിൽ TVK ഉന്നയിക്കുന്നുണ്ട്. കല്ലേറുണ്ടായിട്ടുണ്ട് തനിക്കെതിരെ എന്നതുൾപ്പെടെ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. അതിൽ CCTV ദൃശ്യങ്ങൾ അത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ് ഇത് തെളിയിക്കണമെങ്കിൽ എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ആ തരത്തിലേക്കൊക്കെ എന്താകും കോടതിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവുക എന്നതും വളരെ പ്രധാനമാണല്ലോ. തീർച്ചയായിട്ടും വളരെ പ്രധാനമാണ്. അതിൽ വിജയുടെ ആരോപണങ്ങൾക്കൊപ്പമാണോ അല്ലെങ്കിൽ TVKയുടെ ആരോപണങ്ങൾക്കൊപ്പമാണോ കോടതി ഉള്ളത്, അല്ല പോലീസിന്റെ ഭാഗത്താണോ? രണ്ടു കൂട്ടർക്കും വലിയ വിമർശനം നേരിടേണ്ടി വരുമോ എന്നുള്ളതിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും അത്തരത്തിൽ ഒന്നാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആർക്കാകും കൂടുതൽ വിമർശനം ലഭിക്കുക, ആരെയാകും കോടതി കൂടുതൽ വിമർശിക്കുക, ഏത് തരത്തിലാകും ഇരു കൂട്ടരും പ്രതിരോധിക്കുക? പോലീസ് എങ്ങനെയാണ് പ്രതിരോധിക്കുന്നതെന്ന് നേരത്തെ തന്നെ ഇന്നലെ തന്നെ ADGP വ്യക്തമാക്കിയിരുന്നു. ഈ അനുമതി നൽകിയ കത്ത്, അതിലുണ്ടായിരുന്ന നിബന്ധന, ഏതൊക്കെ എങ്ങനെയൊക്കെ പരിഗണിക്കണം, പാലിക്കണം എന്നുള്ളതിൻ്റെ കൃത്യമായ നിർദ്ദേശം, 20 പേർക്ക് ഒരു പോലീസുകാരൻ എന്നുള്ള രീതിയിൽ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ട് ചെയ്തത്, അതിനപ്പുറം ഈ പറയുന്ന ആളുകൾ ഇടിച്ചു കയറി വന്നത്, ഒരു നിയന്ത്രണവും ഇല്ലാതിരുന്നു പരിപാടി. അത്തരത്തിലൊക്കെയാണ് പോലീസ് ഇതിനെ ന്യായീകരിക്കുക, അല്ലെങ്കിൽ അവർ ആ തരത്തിലൊക്കെ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും. മറിച്ച് TVK ആണെങ്കിൽ അത് തങ്ങൾക്ക് അനുവദിച്ച സ്ഥലം, അല്ലെങ്കിൽ അത് പോരായിരുന്നു, തങ്ങൾ ചോദിച്ച സ്ഥലത്തല്ല അനുമതി നൽകിയത്, അതിനിടയിൽ കല്ലേറുണ്ടായി, വിജയ്ക്ക് നേരെ ഒരിടത്ത് ചെരുപ്പേറുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാകും TVK അക്കാര്യത്തിൽ ഒരു പ്രതിരോധം തീർത്ത് അതിലൊരു സ്വതന്ത്ര അന്വേഷണം വേണം, അല്ലെങ്കിൽ CBI അന്വേഷണം വേണം എന്നുള്ള കാര്യമൊക്കെ TVK മുന്നോട്ട് വയ്ക്കുക. പക്ഷേ അത് ഏത് തരത്തിലാകും TVKയുടെ ഈ ആവശ്യത്തെ കോടതി പരിഗണിക്കുക എന്നുള്ളത് വ്യക്തമല്ല. കാരണം TVKയ്ക്ക് ആകും ഒരുപക്ഷെ കടുത്ത വിമർശനം കോടതിയിൽ നിന്നുണ്ടാവുക എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കോടതി ചില നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് TVK യാതൊരു തരത്തിലും പാലിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ വീണ്ടും കോടതി പറയുകയും TVKയ്ക്ക് കടുത്ത വിമർശനം നേരിടേണ്ടി വരികയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നേരിട്ടൊരു CBI അന്വേഷണം എന്നത് കോടതി പ്രഖ്യാപിക്കാതെ കോടതി സ്വമേധയാ കേസെടുക്കുകയും അതിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുകയും പോലീസിനോട് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യും. സർക്കാർ മറിച്ച് അത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷൻ ഇന്നും ഇപ്പോൾ കരൂരിലുണ്ട്. അവിടെ പരിശോധന നടത്തി വരികയാണ്, വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഈ ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകുകയും ചെയ്യും. തങ്ങൾ ഉടൻ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചെന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടെന്നുമാകും സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കുക. അത് കോടതി അവർ അറിയിക്കുകയും ചെയ്യും. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അന്വേഷണം കോടതി പ്രഖ്യാപിക്കുന്നോ അതിൽ സർക്കാർ അതിനോട് യോജിക്കുകയും ചെയ്യും. ഉണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ഇപ്പോൾ കരൂരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, ഒരാൾ കൂടി മരണമടഞ്ഞു. വേലുച്ചാമിപുരം സ്വദേശി സുഗുണയാണ് മരിച്ചത്. ഇപ്പോൾ ചികിത്സയിലാകെ എത്ര പേരാണുള്ളത്? അതിൽ ഗുരുതരാവസ്ഥയിലുള്ളവരുണ്ടോ? വിശദാംശങ്ങൾ. വേലുച്ചാമിപുരം സ്വദേശി സുഗുണ, 65 വയസ്സ്. അങ്ങനെ ഒരു അമ്മയാണ് ഏറ്റവും ഒടുവിൽ മരിച്ചിരിക്കുന്നത്. അവർ തീർത്തും ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു. അതിതീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ കരൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് തന്നെയാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ ദുഃഖകരമായ വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും അല്പസമയം മുൻപ് നമ്മൾ ഒരു 1.5 വയസ്സുകാരൻ ഈ ദുരന്തത്തിൽ മരിച്ച, തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച ദുരു വിഷ്ണുവിൻ്റെ വീട്ടിൽ പോയിരുന്നു. അവിടെയും വലിയ സങ്കടകരമായ കാര്യങ്ങളാണ് ഉള്ളത്. നിലവിൽ ഏതാണ്ട് 50-ലധികം ആളുകൾ ഇപ്പോഴും കരൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ചില ആളുകളുടെ നില ഇനിയും ഗുരുതരമാണ് എന്ന് പറയുന്നു. ഒരാൾ മാത്രമാണ് അതീവ ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്നത്. അവരായിരുന്നു സുഗുണ. അവർ ഇന്നലെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ജുഡീഷ്യൽ കമ്മീഷന്റെ സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എമ്മൂരിലേക്കാണ് ജുഡീഷ്യൽ കമ്മീഷനും എത്തുക എന്ന് മനസ്സിലാക്കുന്നു. ഇത് കൂടാതെ നിർമ്മലാ സീതാരാമൻ അടക്കമുള്ള ആളുകൾ ഇന്ന് എത്തുന്നുണ്ട്. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അല്പസമയത്തിനകം തന്നെ ആദ്യഘട്ടത്തിൽ എമ്മൂരിലെത്തി
അവിടുത്തെ കുടുംബാംഗങ്ങൾ 5 പേർ അവിടെ മരിച്ചിട്ടുണ്ട്. 5 പേരെ കണ്ടതിനു ശേഷമായിരിക്കും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുക. ശേഷം ഈ സംഭവ സ്ഥലത്തേക്കും അവരെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതീവ ദുഃഖകരമാണ്. കൂടുതൽ അന്വേഷണങ്ങൾ ഇനി വിജയ് ഇവിടേക്ക് വരുന്നുണ്ടോ എന്നാണ് ഇവരും ഉറ്റുനോക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വിവരം അവർക്ക് ലഭിച്ചിട്ടില്ല. പോലീസ് അത്തരമൊരു വിവരം ഇതുവരെ നമുക്കും നൽകുന്നില്ല. എന്തായാലും വിജയ് പുറത്തേക്ക് പോയിട്ടുണ്ട്. അത് ഇനി എവിടേക്കാണ് എന്നാണ് ഇവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും സങ്കടകരമായ അവസ്ഥ ഇവിടെ തുടരുകയാണ്. നിരവധി ആളുകളാണ് ഈ വേലുസ്വാമിപുരത്തേക്ക് ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഒട്ടേറെ പേർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവിടെ ചെരുപ്പുകളൊക്കെ കിടക്കുന്നത് അത് നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ കണ്ട ദൃശ്യങ്ങളാണ്. അതൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നുണ്ട്. ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ തരത്തിലേക്ക് അന്വേഷണവും മറ്റൊരു ഭാഗത്ത് പ്രത്യേക പോലീസ് സംഘത്തിന്റെ അന്വേഷണവും തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.